ഇനി കുറച്ച് പിക്ചേഴ്സ് കാണിക്കാം. ഓ അതിൽ ഓർമ്മ വരുന്നത് പങ്കുവെക്കുക. ഓക്കെ. അപ്പൊ ആ സമയത്ത് അഭിനയിച്ച ഓർമ്മ വരുന്നതൊക്കെ നമ്മളോട് പങ്കുവെക്കാം. കാണിക്കട്ടെ? ഓ പിന്നെന്താ. അയ്യോടാ, തുടക്കം എൻ്റെ ആൽബമാ. ഇത് മണിച്ചേട്ടനായിട്ടായിരുന്നു ആൽബം ചെയ്തത്. പുന്നാരെ പുന്നാരെ എന്ന് പറഞ്ഞ മണിച്ചേട്ടൻ അന്നത്തെ ഭയങ്കര ഹിറ്റ് സോങ് ആയിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ വെച്ചിട്ടാണ് മണിച്ചേട്ടനെ കാണുന്നതും. ഇവിടെ വെച്ചാണ് മണിച്ചേട്ടനുമായിട്ട് നല്ല ഫ്രണ്ട്ഷിപ്പ് ആവുന്നത്. ഇത് ഭയങ്കര രസമുള്ളൊരു വീഡിയോ. ഓർമ്മകൾ എന്തുവായിരുന്നു അന്നത്തെ? ഓർമ്മ എന്ന് പറഞ്ഞാൽ മണിച്ചേട്ടനെ ഞാൻ ഭയങ്കരമായിട്ട് ആരാധിച്ചിരുന്ന ഒരാളാണ് മണിച്ചേട്ടൻ. അപ്പം അന്ന് ഈ സമയത്ത് അപ്പോഴും ഞാൻ നമ്മുടെ തുടക്കമല്ലേ, പക്ഷെ ഈ പറഞ്ഞ പോലെ അതിന്റെ ഒരു ജാടയില്ല അദ്ദേഹത്തിന്. നമ്മൾ വരുന്നു, നമ്മുടെ ഒരു പെങ്ങളെ പോലെ കാണുന്നു. അതുപോലെ എനിക്ക് അതിലുപരി മണിച്ചേട്ടൻ വെച്ചാൽ ഫുഡൊക്കെ മണിച്ചേട്ടനായിരുന്നു എല്ലാം റെഡി കുക്ക് ചെയ്യുന്നതൊക്കെ. അപ്പം നമ്മളെ നോക്കുമ്പോൾ ഒരു ഇത്രയും വലിയൊരു ആർട്ടിസ്റ്റ് നമുക്ക് ഫുഡൊക്കെ വിളമ്പി തരും, ഉണ്ടാക്കി അവിടെ തന്നെ ഉണ്ടാക്കി ഇതെല്ലാം വിളമ്പി തരുന്നു. അപ്പം അങ്ങനെയാണ് ശരിക്കും മണിച്ചേട്ടനായിട്ടുള്ളൊരു കണക്ഷൻ. പിന്നെ അതിനുശേഷം ഞാനൊരു 3-4 പടം മണിച്ചേട്ടനോട് ചെയ്തു, നായികയായിട്ടും ചെയ്തിട്ടുണ്ട്. അതെ, ഭയങ്കര രസമായിരുന്നു. ഈ ഒരു അതുപോലെ ഈ ഒരു സെറ്റ്, മണിച്ചേട്ടൻ്റെ ഒരു സെറ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഓള. പാട്ടും എപ്പോഴും പാട്ടും ബഹളവും, സൈലൻസ് അവിടെ ഇല്ല, ഭയങ്കര ബഹള. ഈ ഒരുപാട് പാട്ടുകൾ ഇഷ്ടമാണെങ്കിലും മണിച്ചേട്ടനിൽ ഏറ്റവും ഇഷ്ടമുള്ള ഒരു പാട്ട് രണ്ടുപേരും ഒന്ന് പാടിക്കേ. ഇതെനിക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ആണ്. തീർച്ചയായിട്ടും. പുന്നാരേ പുന്നാരേ എൻ്റെ പൊന്നും കൊടുക്കേ നീ, ചെന്തങ്ങിൻ തേങ്ങക്കൊത്തല്ലേ ചിരിക്കുമ്പോ പെണ്ണേ നീ, ചമ്പയ്ക്ക ചുണ്ടല്ലടി ചെറു ചുണ്ടങ്ങ പെണ്ണേ നീ, വെള്ളാരം കല്ലിമേൽ ഞാവൽ പഴം വച്ച കണ്ണല്ലേ, പുന്നാരേ പുന്നാരേ എൻ്റെ പൊന്നും കൊടുക്കേ നീ, ചെന്തങ്ങിൻ തേങ്ങക്കൊത്തല്ലേ ചിരിക്കുമ്പോ പെണ്ണേ നീ, ചാമ്പങ്ങ ചുണ്ടല്ലടി ചെറു ചുണ്ടങ്ങ പെണ്ണേ നീ, വെള്ളാരം കല്ലിമേ ഞാവൽ പഴം വച്ച കണ്ണല്ലേ. അടിപൊളി. അപ്പൊ അഭിനയം, നൃത്തം, പാട്ട്, അവതാരിക എല്ലാം ഉണ്ടല്ലേ? കുറച്ചൊക്കെ. ഒരു താരജാടയില്ല? ഒരു താരജാടയില്ല. അതായത് നമ്മൾ കണ്ട് പഠിക്കേണ്ട ഒരു വ്യക്തി തന്നെ. തീർച്ചയായിട്ടും. അത് മാത്രമല്ല, ഇപ്പം ജൂനിയർ ആർട്ടിസ്റ്റുകളൊക്കെ ആണെങ്കിലും വന്നാലും ഒക്കെ അവരോടൊക്കെ ഇടപെടുന്ന രീതികളൊക്കെ കാണുമ്പോൾ നമുക്ക് ശരിക്കും പഠിക്കേണ്ടതാണ് മണിച്ചേട്ടൻ്റെ ഒരു ക്യാരക്ടർ. ശരിക്കും മണിച്ചേട്ടനൊന്നും ഇപ്പൊ ഇല്ല എന്ന് പറയുമ്പോൾ നമുക്ക് എനിക്കൊന്നും അങ്ങോട്ട് വിശ്വസിക്കാനേ പറ്റില്ല. തീർച്ചയായിട്ടും കേട്ടോ, എനിക്ക് നല്ല മലയാളികൾ ആർക്കും പറ്റും. അദ്ദേഹത്തിനൊക്കെ ഒരു പാട്ടുകൾ കേൾക്കുമ്പോഴേ നമുക്ക് പെട്ടെന്ന് കണ്ണ് നിറയും. ഇപ്പോഴും ഇത് കേൾക്കുമ്പോഴേ. ഇന്ന് ഒരുപക്ഷെ മണിച്ചേട്ടൻ ഉണ്ടായിരുന്നെങ്കിൽ ഒരുപാട് കലാകാരന്മാർ ഇന്ന് വന്നേനെ. ഒരുപാട്. അപ്പൊ അടുത്ത ഫോട്ടോയിലേക്ക് പോവാ അല്ലേ? ഈ ഓർമ്മകൾ ഇഷ്ടപ്പെട്ടോ? പിന്നെ ഇഷ്ടപ്പെട്ടു. ഓ, പാതിരാമണലില് ശരിക്കും മണിച്ചേട്ടൻ്റെ കൂടെ ഞാൻ ഒരു നായികയായതിനു ശേഷം പിന്നെ ഞാൻ ചെയ്യുന്ന പടമാണ് ഈ പാതിരാമണൽ. പാതിരാമണലിൽ ആക്ച്വലി വിളിക്കുമ്പോൾ ഞാനൊന്ന് ഞെട്ടി. കാരണം ഒന്ന്, ഇതിലെ കഥാപാത്രം ഇന്ന കഥാപാത്രമാണെന്നും. അപ്പം ഞാൻ ചോദിച്ചു പേര്. അപ്പം ഇവർ പേര് പറയുന്നില്ല ആരാണ്. ഞാൻ ചോദിച്ചു ഇത് കൂടെ അഭിനയിക്കുന്ന അത് ജയസൂര്യ. അപ്പം ഞാനൊന്ന് ഞെട്ടി. ഞാൻ ചോദിച്ചത് എന്നെ തന്നെയാണോ വിളിച്ചത്? കാരണം ജയസൂര്യ എന്ന് പറഞ്ഞ വ്യക്തിയെ ഞാൻ സീരിയൽ വരുമ്പോൾ ഞാൻ ആ സമയത്ത് ജയേട്ടനെ പരിചയപ്പെട്ടിരുന്നു. അപ്പോൾ ചേട്ടൻ അന്ന് മിംസ് അന്ന് സിനിമയിലൊന്നും വന്നിട്ടില്ല. ഞങ്ങളുടെ ഒരു സീരിയൽ സെറ്റിൽ അദ്ദേഹം വന്നിട്ടുണ്ടായിരുന്നു, ഡയറക്ടറിനെ കാണാനൊക്കെയാണ്. അങ്ങനെ അവിടെ വെച്ച് കണ്ടു, ഹാലോ സുഖാണെന്നൊക്കെ ചോദിച്ചാൽ അങ്ങനെ പോയിട്ട് പിന്നെ ശരിക്കും നായകനായിട്ടാണ് പിന്നെ ജയേട്ടൻ വരുന്നത്. ശരിക്കും ഭയങ്കര സന്തോഷം തോന്നി. കാരണം അന്ന് കണ്ട ആൾ പിന്നെ രൂപമൊക്കെ മാറി. അന്നൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഇങ്ങനെ ഉണങ്ങിയായിരുന്നത്. അപ്പം അതിൽ നിന്നൊക്കെ മാറി പുള്ളി നായകനെടുത്ത് നമുക്ക് ഭയങ്കര സന്തോഷമായി. അന്ന് വന്ന് പരിചയപ്പെട്ടു, സംസാരിച്ച് പോയി. അതിനുശേഷമാണ് എന്നെ ഈ നായികയായിട്ട് വിളിക്കുന്നത്, അതും പേരായിട്ട്. അപ്പം ഇങ്ങനെ സീൻസും അതെല്ലാം പറഞ്ഞു. ഞങ്ങൾ തമ്മിലൊരു സോങ് ഉണ്ടായിരുന്നു, ഒരു റൊമാൻസ് ഉള്ളൊരു സോങ് ഉണ്ടായിരുന്നു. ശരിക്കും എനിക്ക് ഭയങ്കര അതിശയം പറഞ്ഞാൽ, കാരണം നായികയായിട്ട് ചേട്ടൻ്റെ കൂടെ ഞാൻ ചെയ്യുക. മണിച്ചേട്ടൻ്റെ പടത്തിന് ശേഷം ഒരു നല്ല ഗ്യാപ്പിന് ശേഷമാണ് ഞാനിത് ചെയ്യുന്നത്. പിന്നെ അതിൽ കൂടെ നിന്ന ആർട്ടിസ്റ്റുകളും, ഗജനിയിലെ വില്ലൻ അദ്ദേഹമാണ് എൻ്റെ ചേട്ടനെ വില്ലനായിട്ട് വരുന്നത്. അദ്ദേഹത്തിൻ്റെ ചെറിയൊരു റേപ്പ് സീനൊക്കെ ഉണ്ട്. അപ്പം ശരിക്കും ആർട്ടിസ്റ്റുകൾ എല്ലാം ഹെവി, മീൻസ് അത്രയും വലിയ ആർട്ടിസ്റ്റുകളോട് വർക്ക് ചെയ്യാൻ പറ്റി എന്നുള്ളത് ഒരു കാര്യം. രണ്ടാമത് ഡയറക്ടർ പത്മകുമാർ സാറായിരുന്നു. അദ്ദേഹമാണെങ്കിലും വളരെ ഫ്രണ്ട്ലിയാണ്. ആ ഒരു സെറ്റ് ശരിക്കും മറയൂരായിരുന്നു എൻ്റെ ലൊക്കേഷനൊക്കെ. അത് ഭയങ്കര രസമായിരുന്നു.
ഈ ഞങ്ങളുടെ വീടെന്ന് പറഞ്ഞൊരു കുടിലായിരുന്നു, സെറ്റ് ഒരു കുടിലായിരുന്നു, ഭയങ്കര രസമായിരുന്നു. ഈ ജയസൂര്യക്ക് പിന്നെ മാറ്റങ്ങൾ എന്തെങ്കിലും സംഭവിച്ചിരുന്നു? ഒരു മാറ്റമില്ല, ഇല്ല. അതേപോലെ തന്നെ ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു മനുഷ്യൻ, ഭയങ്കര രസമായിരുന്നു. ഈ റൊമാൻറ്റിക് സീനൊക്കെ ക്യാമറയ്ക്ക് മുന്നിൽ ചെയ്യാൻ പാടാണോ? എനിക്കങ്ങനെ തോന്നിയിട്ടൊന്നും. അഭിനയമാണല്ലോ, നമ്മൾ മാക്സിമം നന്നാക്കി ചെയ്യാന്നുള്ളൂ, അല്ലാതെ എനിക്കങ്ങനെ അയ്യോ അങ്ങനെയൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. പിന്നീട് ഈ പടത്തിലല്ല ജയസൂര്യമായിട്ടുള്ള വേറെ ഒരു അനുഭവം? ഇതിനകത്തെ ശരിക്കും ഈ ഒരു ആദ്യത്തെ ഒരു പോർഷനിൽ കഴിഞ്ഞാൽ ഞാനതിൽ 2 ക്യാരക്ടറായിരുന്നു. എനിക്ക് അങ്ങനെ ഒരു പ്രത്യേകത ഇതിനകത്തുണ്ടായിരുന്നു. ഈ ഫസ്റ്റ് ഹാഫ് ജേട്ടൻ മരിക്കുക, മരിച്ചതിന് ശേഷം ഈ മകനായിട്ട് വരുന്നതാണ് ഉണ്ണിമുകുന്ദൻ. ഉണ്ണിമുകുന്ദൻ്റെ അമ്മയായിട്ടാണ് ഞാൻ സെക്കൻഡ് ഹാഫ് വരുന്നത്. അപ്പം ഞാൻ കുറച്ച് ഞാൻ നരയിട്ട് ചെയ്യുന്നത് ഇതിനകത്താണ്. കുറച്ച് നരയൊക്കെ ഇട്ട് നല്ല പക്വതയായിട്ടുള്ള ഒരു അമ്മ. അപ്പം ഉണ്ണിയുടെ കൂടെയാണ് സീൻസ് കൂടുതൽ. അത് ആലപ്പുഴയിലായിരുന്നു ഷൂട്ട്. അതും കാരണം 2 ഇപ്പോഴത്തെ എന്താണ് വളരെ ഫേമസ് ആയിട്ടുള്ള 2 നായകന്മാരുടെ കൂടെ എനിക്ക് ചെയ്യാൻ പറ്റി. അതിലൊന്ന് അമ്മ ക്യാരക്ടറും ഒന്ന് കാമുകിയായിരുന്നു. അപ്പം അത് 2 ക്യാരക്ടറും അതിനകത്ത് ചെയ്യാൻ പറ്റി. 2 തലത്തിലുള്ള കഥാപാത്രങ്ങളായിരുന്നു. അതൊരു ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. ഈ ഉണ്ണിമുകുന്ദനൊക്കെ അന്നെങ്ങനായിരുന്നു? ഉണ്ണിമുകുന്ദനെ ഞാൻ അവിടെ വെച്ചാണ് കാണുന്നത്, ആദ്യമായിട്ട് അവിടെ കാണുന്നത്. അദ്ദേഹം ആണെങ്കിലും ഈ പറഞ്ഞ പോലെ നല്ല എന്നെ ഞാൻ ശാലു മേനോൻ, അയ്യോ ചേച്ചി എനിക്ക് അറിയാലോ കൊള്ളാം ചേച്ചിയൊക്കെ നമ്മൾ എത്ര നാളെ, അപ്പൊ ആ ഒരു ഇതായിരുന്നു നമ്മൾ ബഹുമാനമായിരുന്നു. നല്ലതായിരുന്നു. ഉണ്ണിയൊക്കെ നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ള നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. എന്തെങ്കിലും ഇന്നും ഉണ്ടോ അവരുമായിട്ടൊക്കെ? ഉണ്ണിയും ചേട്ടനുമായിട്ടൊക്കെ ഞാൻ ഇടയ്ക്ക് മെസ്സേജ് അയക്കും, വിളിക്കാറുണ്ട്. സന്തോഷം. അടുത്ത ഫോട്ടോയിലേക്ക് പോവല്ലേ? ഏറ്റവും കൂടുതൽ ശാലു മേനോൻ സ്ക്രീനിൽ വരണമെന്നും ശാലു മേനോനെ 10 പേര് അറിയണമെന്നും അഭിനയം എന്താണെന്ന് ഞാനിവിടെ കാണണമെന്ന് ആഗ്രഹിച്ചൊരു വ്യക്തി, ഞാനിവിടെ മീൻസ് മറ്റാരുമല്ല, ശാലു മേനോൻ്റെ അച്ഛൻ. അയ്യോ, ഇതൊക്കെ എങ്ങനെ എടുത്തു? സത്യമാണ്, ഇതൊന്നും വെളിയിൽ വന്നിട്ടില്ലല്ലോ. എൻ്റെ വീട്ടിലൊക്കെ തന്നെ ഇരുന്നായിരുന്നു തോന്നുന്നത്. പറഞ്ഞോ? അയ്യോ, മിസ് ചെയ്യുന്നു ശരിക്കും. അയ്യോ.